നമ്മള് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇന്ത്യയിലുടനീളം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ജുഡീഷ്യറി അല്ലെങ്കിൽ ജഡ്ജിമാർ. ജുഡീഷ്യറി എന്ന് പറയുമ്പം അതിനകത്ത് ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ജഡ്ജിമാരാണല്ലോ അതിന്റെ പ്രധാന ഘടകം. ഇപ്പം മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ CBI അന്വേഷണത്തിന് രാഷ്ട്രപതി ശുപാർശ ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഈ ഗവർണർമാരുടെയും അല്ലെങ്കിൽ ബില്ലിനകത്ത് ഒപ്പിടുന്നതിന് സമയപരിധി കൊണ്ടുവന്നുകൊണ്ട് ഒരു നിയമം കൊണ്ടുവരുന്നു, രണ്ട് ജഡ്ജിമാർ. അത് ജനങ്ങൾക്കിടയിൽ വളരെ ചർച്ചയാകുന്നു. അതിനകത്ത് രാഷ്ട്രപതിയെ പോലും പരാമർശിക്കുന്ന രീതിയിൽ രണ്ട് ജഡ്ജിമാർ വരുന്നു. അത് ശരിയല്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കോടതിക്ക് എന്തും ആകാം എന്നുള്ള രീതിയിലേക്ക് ഒരു ചർച്ചയൊക്കെ വരുന്നു. അപ്പം ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് കെ ജോൺ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ജിതിൻ ജേക്കബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രമുഖമായ രാഷ്ട്രീയ നിരീക്ഷകനാണ്. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, ജനാധിപത്യ രാജ്യത്ത്, അത് പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത് 2014 ശേഷം ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ജുഡീഷ്യറിയോട് എന്തോ, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ വഴങ്ങിക്കൊടുക്കുന്ന, അല്ലെങ്കിൽ തലകുനിച്ച് നിൽക്കുന്ന ഒരു രീതി ഉണ്ടെന്നും, അല്ലെങ്കിൽ അത് ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തെയും ഈ രാജ്യത്തെയും മറ്റ് പല കുഴപ്പങ്ങളിലേക്കും കൊണ്ടെത്തിക്കും എന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വരുന്നത്. അതായത് ചർച്ചയ്ക്ക് അപ്പുറമല്ല ഈ പറയുന്നത് പോലെ ജുഡീഷ്യറിയും ജഡ്ജിമാരും, അവർക്ക് കുഴപ്പങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ആ പോസ്റ്റ്, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അഖിലി ഒന്ന് വായിക്കാമെങ്കിൽ പ്രേക്ഷകരെ കേൾപ്പിച്ചിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒരു ടോക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു വിശകലനം നടത്താം. കോടതികളും ഭരണഘടനയും വിമർശനത്തിനതീതരാണ് എന്നാണ് ചിലരുടെ ധാരണ. രാജാധികാരം പോലെ അല്ലെങ്കിൽ കുടുംബാവകാശം പോലെ കോടതികൾ ജനാധിപത്യത്തെ നോക്കുകുത്തുകളാക്കി ഇന്ത്യ ഭരിക്കുകയാണ് എന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ക്യാൻസറായി മാറുകയാണ് കോടതികൾ എന്ന് പറഞ്ഞാലും തെറ്റില്ല. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ സ്വതന്ത്രമായി ഒരു നിയമം പാസാക്കാനോ നയപരമായ തീരുമാനങ്ങൾ എടുക്കാനോ പോലും കഴിയാതെ വരുന്ന അവസ്ഥ എത്രത്തോളം അരാജകത്വം രാജ്യത്ത് സൃഷ്ടിക്കുന്നു എന്നത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾക്കും സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾക്കുമൊക്കെ മേലിൽ വർഷങ്ങളോളം അടയിരിക്കുന്ന കോടതികൾ ഇന്ത്യയുടെ വികസനത്തെ വലിയ രീതിയിൽ പിന്നോട്ടടിക്കുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. 2014 ഇന്ത്യയിലെ ആകെയുള്ള 218 കൽക്കരി ഖനന ലൈസൻസുകളിൽ 214 എണ്ണവും കോടതി വിധിയെ തുടർന്ന് ഒറ്റയടിക്ക് റദ്ദാക്കപ്പെട്ടു. ഈ വിധിയെ തുടർന്ന് തിരിച്ചടി നേരിട്ട കൽക്കരി മേഖല മാത്രമല്ല, ആ മേഖലയിലെ കമ്പനികൾക്ക് വായ്പ കൊടുത്തിരുന്ന ബാങ്കുകൾ വരെയായിരുന്നു. ആ ഒറ്റ കോടതി വിധി കാരണം കനറ ബാങ്ക് ഖനന കമ്പനികൾക്ക് നൽകിയ 4000 കോടി രൂപ ബാങ്ക് വായ്പ കിട്ടാക്കടമായി മാറിയെന്ന് ഒരിക്കൽ ഒരു സ്റ്റാഫ് ട്രെയിനിങ് കോളേജിൽ പറഞ്ഞതോർക്കുന്നു. തമിഴ്നാട്ടിലുണ്ടായ വിവാദമായ സ്റ്റെർലൈറ്റ് കൂപ്പർ പ്ലാന്റ് കേസിലുണ്ടായ കോടതി വിധിയെ തുടർന്ന് ഇന്ത്യക്ക് കോപ്പർ ഉൽപ്പാദനത്തിലുണ്ടായിരുന്ന മേൽക്കോയ്മ നഷ്ടപ്പെട്ടു. ഇന്നിപ്പോൾ ചൈനയ്ക്കാണ് അതിൽ മുൻതൂക്കമുള്ളത്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പാർലമെന്റുകളെ വെറും നോക്കുകുത്തുകളാക്കി കോടതികൾ ഇന്ത്യ ഭരിക്കാനാണെങ്കിൽ പിന്നെ പാർലമെന്റും തിരഞ്ഞെടുപ്പും ഒന്നും വേണ്ടല്ലോ. കോടതി ഉത്തരവുകൾ കൊണ്ട് മാത്രം രാജ്യത്തിന്റെ ഭരണചക്രം മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ എന്തിനാണ് ഇന്ത്യക്കും പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിമാരും മന്ത്രിമാരുമെല്ലാം? രാഷ്ട്രപതിക്ക് വരെ ഉത്തരവ് നൽകുന്ന കോടതികൾ ഏത് കേസിലാണ് 3 മാസം കൊണ്ട് ഒരു കേസിൽ വിധി പറഞ്ഞിട്ടുള്ളത്? 5 കോടി കേസുകളാണ് ഇന്ത്യയിൽ കെട്ടിക്കിടക്കുന്നത് എന്നാണ് കണക്ക്. ലാവ്ലിൻ അഴിമതി കേസൊക്കെ സുപ്രീം കോടതി 40 തവണയാണ് മാറ്റിവെച്ചിട്ടുള്ളത് എന്നോർക്കണം. സത്യത്തിൽ കോടതികളെയല്ല ഇവിടെ പഴിക്കേണ്ടത്, കഴിവുകെട്ട ഭരണകൂടത്തെയാണ്. 11 വർഷമായി രാജ്യം ഭരിച്ചിട്ടും ഇപ്പോഴും അധികാരമില്ലാത്ത വെറും ദുർബലനായ ഒരാളാണ് ഇപ്പോഴും ഇന്ത്യ ഭരിക്കുന്നത് എന്ന് തോന്നിപ്പോവുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും ദുർബലനായ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന വിമർശനം പലരും ഉയർത്തിയിട്ടുണ്ട്. പൊതുവെ മിതഭാഷിയായിരുന്ന മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഒരിക്കൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞതോർക്കുന്നു, ദ സുപ്രീം കോർട്ട് ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു ദ റിയൽം ഓഫ് പോളിസി ഫോർമുലേഷൻ. പാർലമെന്റിന്റെ പടിയിലെ സാഷ്ടാംഗ നമസ്കാരവും ഭരണഘടനയുടെ ഫോട്ടോ കാണുമ്പോഴും ഉള്ള നട്ടെല്ലി വളച്ച് കുമ്പിടലുമൊക്കെ നടത്തി അതിവിനയം വാരി വിതറുന്നവർ കോടതികൾക്ക് മുന്നിൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോടെ ഒരക്ഷരം ഉരിയാടാതെ അടിമയെപ്പോലെ നിൽക്കുകയാണ്. ഗവർണർ കേസിലെ കോടതി വിധിയുടെ മറവിൽ സ്വയം ഭരണം വേണമെന്ന പ്രമേയം പാസാക്കാൻ പോവുകയാണ് തമിഴ്നാട് എന്ന് വാർത്തകൾ വരുന്നു. പച്ചയായ വിഘടനവാദം ഉയർത്തി രാജ്യത്തിന്റെ അഖണ്ഡതയെയും ഐക്യത്തെയും വെല്ലുവിളിക്കുന്നത് കണ്ടിട്ടും ദുർബലമായി എങ്കിൽ പോലും പ്രതികരിക്കാൻ രാജ്യം ഭരിക്കുന്നവർക്ക് ആകുന്നില്ല എന്നോർക്കണം.
ആവശ്യത്തിലധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോൾ ചെയ്യേണ്ടെന്ന് ചെയ്യാതെ ജനാധിപത്യവും സഹിഷ്ണുതയും പൊക്കിപ്പിടിച്ചിരുന്നതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. കോടതികൾ പറയുന്നതനുസരിച്ച് മാത്രം ഭരിക്കാൻ കഴിയുന്ന വെറും പാവയായി അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കണോ എന്നത് ഭരണാധികാരികൾ ആലോചിക്കണം. മൻമോഹൻ സിംഗിനെ മുന്നിൽ നിർത്തി സോണിയാഗാന്ധിയാണ് കോൺഗ്രസ് ഭരണകാലത്ത് ഇന്ത്യ ഭരിച്ചത് എന്ന വിമർശനത്തേക്കാൾ എത്രത്തോളം നാണക്കേടാണ് 2014 മുതൽ കോടതികളാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന യാഥാർത്ഥ്യമുണ്ടാകുന്നത്. കോടതികളും ഭരണഘടനയും വിമർശനത്തിന് അതീതരാണ് എന്നാണ് BJPയുടെ വിചാരമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് കോടതികളുടെ അമിതമായ ഇടപെടലിനെതിരെ പ്രതികരിച്ച അപൂർവം BJP നേതാക്കളെ പോലും BJP തള്ളിപ്പറഞ്ഞത്. എന്തിനിത്ര അടിമത്തം എന്നത് മനസ്സിലാകുന്നില്ല. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് എന്ന് ഭരിക്കുന്ന പാർട്ടികൾക്ക് പോലും അറിയില്ലേ? ഭരണഘടനയിലുള്ള അടിയന്തരാവസ്ഥ നിയമത്തെ ഇന്ദിരാഗാന്ധി എത്ര ഫലപ്രദമായാണ് ഉപയോഗിച്ചത് എന്ന് നാം കണ്ടു. തമിഴ്നാട് നാളെ മറ്റൊരു രാജ്യമായി മാറണം എന്ന ആവശ്യം നാളെ ഉന്നയിച്ചാൽ അപ്പോഴും ഇതേ മൗനം തുടരുമോ? അധികാരമുണ്ടായാൽ പോരാ, അത് ഉപയോഗിക്കാൻ പഠിക്കണം. രാജ്യം വലിയ അരാജകത്വത്തിലേക്കാണ് നീങ്ങുന്നത്. അധികാരമില്ലാത്ത സർക്കാരുകളെ സർക്കാർ ഉദ്യോഗസ്ഥർ പോലും വകവെക്കില്ല. കോടതികൾ ഇനിയിപ്പോൾ സൈന്യത്തിൻ്റെ കാര്യങ്ങളിൽ കൂടി ഇടപെടാൻ തുടങ്ങുമോ എന്നാണ് ഭയം. അതുകൂടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതുകൂടി ആയാൽ എല്ലാം പൂർണ്ണമാകും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്നത് ഇനി ഇന്ത്യക്ക് ചേരില്ല. ഇന്ത്യയിൽ ജനാധിപത്യമല്ല നിലവിലുള്ളത്, ജുഡീഷ്യറിയുടെ ഭരണമാണ് ഇന്ത്യയിലിപ്പോൾ. പാകിസ്ഥാൻ എന്ന രാജ്യത്തെക്കുറിച്ച് പറയാറുണ്ട്. ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും സൈന്യമുണ്ട്. പക്ഷേ പാകിസ്ഥാൻ സൈന്യത്തിൽ ഒരു രാജ്യം തന്നെയാണ്. മോസ്റ്റ് കൺട്രീസ് ഹാവ് എൻ ആർമി, ബട്ട് പാകിസ്ഥാൻ ആർമി ഹാസ് എ കൺട്രി. അത് തന്നെയാണ് ഇന്ത്യയുടെ കാര്യത്തിലും ഇപ്പോൾ തോന്നുന്നത്. ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കും ജുഡീഷ്യറി ഉണ്ട്. പക്ഷേ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ഭരിക്കാൻ വേണ്ടി ഒരു രാജ്യം തന്നെയുണ്ട്. അപ്പൊ ഇതിനകത്ത് ജിതിൻ കെ ജോസഫ് അദ്ദേഹം പറഞ്ഞിരിക്കുക രാഷ്ട്രീയ നിരീക്ഷണം, അദ്ദേഹം വളരെ വിശാലമായിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അത് പ്രധാനപ്പെട്ട 1-2-3 പോയിന്റുകൾ അതായത് പ്രേക്ഷകർ കേട്ടല്ലോ. അപ്പൊ പ്രധാനമായിട്ട് 1-2-3 പോയിന്റുകൾ നമുക്ക് നോട്ട് ചെയ്ത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് പ്രേക്ഷകർക്ക് മനസ്സിലായിക്കൊള്ളട്ടെ എന്ന് വെച്ചാണ് നമ്മളത് വായിക്കാൻ പറഞ്ഞത്. കാരണം വളരെ പ്രധാനപ്പെട്ട വളരെ കൃത്യമായ രീതിയിലേക്ക് ജുഡീഷ്യറി എന്താണ് രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനകത്ത് രാജ്യത്തിന് വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലേക്കുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. ജനാധിപത്യ രാജ്യത്ത് ജുഡീഷ്യറിയെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അതാണ് ഇപ്പോഴത്തെ നമ്മുടെ കൊളോണിയൽ സംവിധാനം അല്ലെങ്കിൽ ആ സംവിധാനം പിന്തുടരുന്നതിനകത്ത് നമുക്ക് മനസ്സിലാവും. കാരണം പാർലമെന്റ് പാസാക്കി മറ്റൊരു രീതിയിലേക്ക് ജഡ്ജിമാരെ തീരുമാനിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ അവർ കൂടിയിരുന്ന് പാർലമെന്റ് പാസാക്കിയ ബില്ല് തള്ളിക്കളഞ്ഞ ഒരു കേസുണ്ട്, വളരെ പുറകോട്ട് പരിശോധിച്ചാൽ. അപ്പൊ ഇതൊരു എലൈറ്റ് ഫാമിലിയുടെ മാത്രം കയ്യിലിരിക്കുന്ന രീതിയിലേക്ക് പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും സുപ്രീം കോടതി ജഡ്ജിമാർ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാരൊക്കെ. കാരണം ഇപ്പൊ കേസൊന്നും ഞാൻ പറഞ്ഞു, CBI കേസൊന്നും അദ്ദേഹത്തിന്റെ അച്ഛൻ സുപ്രീം കോടതി ജഡ്ജിയാണ്. അപ്പൊ ഇവർക്ക് മാത്രം ആര് വരണമെന്ന് തീരുമാനിക്കാൻ പറ്റത്തക്ക രീതിയിലേക്ക് ഒരു സംവിധാനം അവർ ഉരുത്തിരിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം ഇവരെ നമ്മൾ പറയത്തില്ല ഇവരുടെ ഭാഗമായിട്ട്, കാരണം ജനാധിപത്യ രാജ്യത്ത് അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ജുഡീഷ്യറി ഇപ്പം വരുമ്പോൾ നമ്മൾക്ക് ഭയാനകമായിട്ട് തോന്നുന്നത് അവർ ഈ രാജ്യത്തെ ഭരിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനത്തിലേക്ക് ജഡ്ജിമാർ വരുന്നുണ്ടോ എന്ന് പല ബില്ലുകളും നമ്മൾക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഭയപ്പെടുത്തുന്നു. കാരണം ഭരണഘടനയെ പോലും മറികടക്കുന്നു. അവർ പറയുന്നതൊക്കെ നിയമമായിട്ട് കൊണ്ടു നടന്നോണം എന്നുള്ള രീതിയിലേക്ക് വരുന്നു. നാളെ കാലത്ത് ഈ പട്ടാളത്തിന്റെ പുറത്തോട്ടുകൂടെ അധികാരങ്ങൾ അങ്ങോട്ട് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. അധികാരങ്ങൾ അല്ലെങ്കിൽ ഓരോ നിയമങ്ങളൊക്കെ പാസ്സാക്കി വിട്ടാൽ തീർന്നു, കാര്യങ്ങൾ തീർന്നു. അപ്പൊ ഇതിനകത്ത് പാകിസ്ഥാന്റെ കാര്യം പറയുന്നത് കേട്ടില്ല. പാകിസ്ഥാന് പട്ടാളത്തിന് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു രാജ്യം പാകിസ്ഥാൻ, ജുഡീഷ്യറിക്ക് സ്വന്തമായിട്ടൊരു രാജ്യം ഇന്ത്യ മഹാരാജ്യം, വളരെ വലിയ വാക്കുകളാണ്. ഒരു ജുഡീഷ്യറി സംവിധാനം, അതായത് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ശത്രു രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തിലെ എക്കണോമിക്കൽ ഗ്രോത്തിന് തടസ്സം നിൽക്കുകയും അഖണ്ഡതയ്ക്ക് തടസ്സം നിൽക്കുകയൊക്കെ ചെയ്യുന്നതിന് ചെറിയ 1-2 ഉദാഹരണങ്ങൾ ഇദ്ദേഹം പറയുന്നതിനകത്ത് നമുക്ക് എടുത്തു കാണിക്കും. ഒന്ന്, കൽക്കരി ഖനനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിന്റെ കാര്യം പറഞ്ഞില്ലേ? ആ ഖനനത്തിന് വിഘ്നം നിൽക്കുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ കൽക്കരി ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ഇന്ത്യ മഹാരാജ്യം. ഒരു രാജ്യത്തിന്റെ നമ്മുടെ കൽക്കരി ഉത്പാദനം നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് എവിടെ പോകും? അതിന് തടസ്സം നിൽക്കാൻ നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്ത് എവിടെ പോകും? അത് വൃത്തിയായിട്ട് നടന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ കൊടുത്തിരുന്ന ലോൺ 4000 കോടി വരുന്നില്ലേ? ആ 4000 കോടി ലോൺ തിരിച്ചടയ്ക്കാൻ വരുമ്പോൾ നമ്മുടെ ബാങ്കിന്റെ പൈസ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക്കൽ ഗ്രോത്ത് എവിടെ പോകും? ബാങ്ക് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമാണല്ലോ ഒരു രാജ്യത്തിന്റെ.
അപ്പം അത് എക്കണോമിക്കൽ ഗ്രോത്തിനെ എങ്ങനെ ഒരു കോടതി വിധി കൊണ്ട് രാജ്യത്തിന് എക്കണോമിക്കൽ ഗ്രോത്തിനെ എങ്ങനെ തടസ്സപ്പെടുത്താം എന്നുള്ളതിന് ഉദാഹരണം. അത് കോപ്പറിന്റെ കാര്യം പറഞ്ഞല്ലോ. കോപ്പർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തമിഴ്നാട്ടിലെ ഒരു കേസ്, ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തിനകത്ത് ഒരു കോടതി വിധി ഉപയോഗിച്ച് അതിനെ തകർത്തിട്ട് ഇപ്പം കോപ്പർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് ചൈന മാറുന്നു. അപ്പം അതിനകത്തും നമ്മൾ സംശയിച്ച കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പൊ ഒരു രാജ്യത്തിന്റെ എക്കണോമിക്കൽ ഗ്രോത്തിനെ തടസ്സപ്പെടുത്താൻ കോടതി വിധികളെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അതിന് കഴിയും. അതുപോലെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വിഘ്നം വരുന്നതിന് വേണ്ടി കോടതി വിധികളെ ഉപയോഗിക്കാം. കോടതി വിധിച്ചാൽ പോരെ. അതിലിപ്പോ ഏറ്റവും അവസാനം ഈ പറയുന്ന ഭരണഘടനയെ മറികടക്കുന്ന രീതിയിലേക്ക് ഗവർണർക്കും രാഷ്ട്രപതിക്ക് പോലും അധികാരമില്ല, ഞങ്ങൾ പറയുന്നത് ശരിയാക്കണമെന്ന് പറഞ്ഞ് ആ വിധി വന്നതിന്റെ പിറ്റേന്ന് സ്വന്തം അല്ലെങ്കിൽ തമിഴ്നാട് പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവർക്ക് എന്തൊക്കെ അവകാശമുണ്ട് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും അല്ലെങ്കിൽ സ്വയം ഭരണം എങ്ങനെ ആവാം എന്നുള്ള രീതിയിലേക്ക് പഠിക്കുന്നതിന് വേണ്ടി 3 കമ്മീഷനെ വെച്ചിരിക്കുന്നു. അതിനുശേഷം അവിടെ നിയമസഭയിൽ ഒരു ബില്ലും പാസ്സാക്കി ഇവിടെ കൊണ്ട് കൊടുത്താൽ ഇപ്പൊ വിധിച്ചിരിക്കുന്ന നിയമം അനുസരിച്ചെങ്കിൽ ആരും ഉൾപ്പെടേണ്ട, തന്നെത്താനെ നിയമം പാസ്സായി പോകും. അപ്പം അതും ഒരു രാജ്യത്തിന്റെ വിഘടിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പ് എങ്ങനെ ആവണം അല്ലെങ്കിൽ തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലേക്ക് നിയമത്തെ വളച്ചൊടിച്ചാണല്ലോ ഭരണഘടനയെ മറികടന്നു. അപ്പം ഈ രീതിയിലേക്ക് ഈ എലൈറ്റ് ഫാമിലിയുടെ കയ്യിൽ യാതൊരു നിയമവും ഇല്ലാതെ ആരൊക്കെ സുപ്രീം കോടതിയും അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിമാരാവണം, അല്ലെങ്കിൽ ആരൊക്കെ ജില്ലാ കോടതി ജഡ്ജിമാരാകണം എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥ, ആ നിയമത്തിനകത്ത് കൈകടത്താൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ആ നിയമത്തിനകത്ത് കൈകടത്താൻ തയ്യാറാവാൻ നിൽക്കുന്ന ഗവൺമെന്റ്. 2014 ശേഷം ഈ പറയുന്നത് പോലെ പൂർണ്ണമായിട്ടും പുള്ളി അദ്ദേഹത്തിൽ പറയാം, 2014 ശേഷമാണ് ഇത് പൂർണ്ണമായിട്ടും രാജ്യം കോടതിയുടെ പല നിയമങ്ങൾ അല്ലെങ്കിൽ കേട്ടുകേഴ്വിയില്ലാത്ത രീതിയിൽ കോടതി പലതിനകത്ത് ഇടപെട്ട് രാജ്യത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ കൊണ്ടുവരുന്നതെന്ന് പുള്ളി പറഞ്ഞു. അപ്പൊ നേരത്തെ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ആ മനുഷ്യനെ പറ്റി പറഞ്ഞിരിക്കും, സോണിയാഗാന്ധി മൻമോഹൻ സിംഗിനെ ഭരിക്കുന്നുണ്ട്. ഇപ്പം 2014 ശേഷം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെ കോടതി ഭരിക്കുന്നു എന്നാണ് ഈ ജിതിൻ കെ ജേക്കബ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമുണ്ട്. ഈ ജഡ്ജിമാർ ഒരുപക്ഷെ രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന രീതിയിൽ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഏതെല്ലാം രീതിയിൽ നമ്മുടെ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാം, അതായത് ഡീപ് സ്റ്റേറ്റ് ഉൾപ്പെടെ ഉള്ളത് ഈ പറയുന്ന രാജ്യത്തിനകത്ത് പ്രതിപക്ഷ കക്ഷികളെ പിടിച്ചിട്ട് രാജ്യത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കി നമ്മുടെ രാജ്യത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ കലാപങ്ങൾ ഉരുത്തിരിച്ച് ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോടതികൾക്കകത്ത് ഇതുപോലെ നിയമങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതേ രീതിയിലേക്ക് കോടതികൾക്കകത്ത് ഒരു പക്ഷേ ഇത്തരത്തിൽ ഡീപ് സ്റ്റേറ്റോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികളുടെ അജണ്ട പാസ്സാക്കത്തക്ക രീതിയിലേക്കുള്ള ആളുകൾ കടന്നു കയറിയിട്ടുണ്ടോ എന്ന് ജനാധിപത്യ സംവിധാനം ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യം, അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനം ഏറ്റവും വൃത്തിയായിട്ട് നടത്തുന്ന രാജ്യമായിട്ടുള്ള ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ ഏറ്റവും വലിയ വലിപ്പത്തിൽ ജനാധിപത്യ സംവിധാനം ഉപയോഗിച്ച് അധികാരത്തിൽ വരുന്ന ഭരണാധികാരികൾ എന്തിനാവശ്യമില്ലാതെ കോടതികളെ ഭയക്കുന്നു, അല്ലെങ്കിൽ കോടതികൾ രാജ്യത്തിനകത്തെ ഭരണഘടനയ്ക്ക് അപ്പുറം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തലാക്കുന്നതിനും അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള നിയമ നടപടികളും എടുക്കുന്നതിന് കോടതി എന്ത് ഭയക്കുന്നു? അങ്ങനെ ഭയന്നാൽ നാളെ കാലത്തെ ഒരു പക്ഷേ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായിട്ടുള്ള കാര്യത്തിലും കോടതി വിധികളിൽ കൂടി ഈ പറയുന്ന ജഡ്ജിമാർ ഇടപെട്ട് തിരുത്തൽ വരുത്തിയാൽ ഒരു ജനാധിപത്യ രാജ്യം അല്ലെങ്കിൽ ഭരണം പോലും ഇല്ലാതാകുന്ന ഒരവസ്ഥ, നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനങ്ങൾ ഇല്ലാതാകുന്ന ഒരവസ്ഥ, ഒരു രാജ്യം ഒരു പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് രാജ്യം ഒരു പക്ഷേ കോടതികൾക്കും അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിനും ഭരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ജനാധിപത്യ രാജ്യം എന്ന് ഊറ്റം കൊള്ളുന്ന ഇന്ത്യ മഹാരാജ്യത്തിന് സംഭവിക്കുമോ എന്നാണ് ഇതിനകത്തെ രത്നച്ചുരുക്കം. അതായത് സുപ്രീം കോടതി ജഡ്ജിമാർ കേസുകളിൽ പ്രതിയാകുന്നു. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ പേര് വന്നേക്കുന്നത് മുൻ സുപ്രീം കോടതി ജഡ്ജിയുടെ പേര് വന്നേക്കെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അനധികൃതമായിട്ട് നിയമത്തെ വ്യതിചലിച്ച് ജാമ്യം കൊടുത്തു എന്നാണ്. ആ സ്ത്രീയെ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മനുഷ്യാവകാശ അല്ലെങ്കിൽ പ്രവർത്തകയെന്ന് അവരുടെ പേര്. അവരെ പറ്റി അന്വേഷിക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് ഈ പറയുന്ന പോലെ ലോകത്തെ ഇന്ത്യ നശിപ്പിക്കാൻ നിൽക്കുന്നവരോട് പണം മേടിച്ച് മനുഷ്യാവകാശ പ്രവർത്തക എന്ന പേരിൽ ഇന്ത്യക്കകത്ത് നിൽക്കുകയും ഏറ്റവും കൂടുതൽ കോടാനുകോടി രൂപ അനധികൃതമായിട്ട് സമ്പാദിക്കുകയും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും എലൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ബോംബെയിൽ ജീവിക്കുകയും ചെയ്യുന്ന സ്ത്രീയാണ്. അവർക്കാണ് അനധികൃതമായിട്ട്
ജാമ്യം കൊടുത്തിരിക്കുന്നത്. എന്തിനാ അനധികൃതമായിട്ട് ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് ജാമ്യം കൊടുത്തിരിക്കുന്നു. CBI അന്വേഷിക്കാൻ പോകും. അപ്പൊ ഇദ്ദേഹത്തിന് അതിനകത്ത് എന്തോ പങ്ക്. അതുപോലെ തന്നെ ഈ പറയുന്ന സുപ്രീം കോടതി പെൻഷനായിട്ടുള്ള ജഡ്ജി ആണല്ലോ നമ്മുടെ മഹദൂദി ചാനൽ, അതായത് മീഡിയ വൺ ചാനലിനകത്ത് ആ രാജ്യവിരുദ്ധ പ്രവർത്തനം ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളതിന് ആഭ്യന്തര വകുപ്പ് എല്ലാ തെളിവുകളും കൊടുത്ത് ഓരോ കോടതിയും പരിശോധിക്കുമ്പോൾ ആ തെളിവുകൾ സാധൂകരിക്കുന്ന രീതിയിൽ വന്നിട്ട് ആ തെളിവുകളുമായിട്ട് സുപ്രീം കോടതിയിൽ അവർ അപ്പീൽ കൊടുത്തപ്പോൾ പറഞ്ഞു 4-ാം തൂണാണ് അത്, രാജ്യത്ത് അത്തരത്തിൽ മാധ്യമങ്ങൾ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് വളരെ നിഷ്പ്രയാസം ആർക്കും ഈ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അവരുടെ ബാൻ നിർത്തലാക്കി അല്ലെങ്കിൽ ഒഴിവാക്കി കൊടുത്ത ഒരു ചീഫ് ജസ്റ്റിസ് അദ്ദേഹം. അപ്പൊ ഈ അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ എത്രത്തോളം വലിപ്പത്തിലാകുന്നു അത് നമ്മളെ ഭയപ്പെടുത്തുന്നു. രാജ്യത്തിന്റെ അകത്ത് ഛിദ്രശക്തികൾക്ക് യുടെ സഹായമായിട്ട് കോടതിയിൽ വരുന്നോ നമ്മൾ ഭയപ്പെടേണ്ട അവസ്ഥ വരുന്നു. അതായത് രാജ്യത്തെ അട്ടിമറിക്കാൻ നിൽക്കുന്നവരെ ജനാധിപത്യ രീതിയിൽ പണ്ട് പലപ്പോഴും ആ അട്ടിമറിക്കാരെ കൊണ്ടുവന്നിരുന്ന രാജ്യത്ത് അതിന് നടക്കാതെ വരുമ്പോൾ മറ്റു പല രീതിയിലും രാജ്യത്തെ അട്ടിമറിക്കാൻ ഏറ്റവും അവസാനം അതിന് ഏറ്റവും പ്രോപ്പറായിട്ടുള്ള വഴി കോടതിയാകുന്നു. അതിനുവേണ്ടി അതിനകത്ത് ഇടപെടൽ നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തരുന്ന രീതിയിലേക്കാണ് ജഡ്ജിമാരുടെയും കോടതിയുടെയും ഇപ്പോഴത്തെ പല ഈ പറയുന്ന അല്ലെങ്കിൽ പല നിയമങ്ങളും പാസ്സാകുമ്പോൾ നമുക്ക് തോന്നും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.